എന്തെല്ലാം ചങ്ങായിമാരെ സുഖമല്ലേ? പണി സൈറ്റില്ല കേട്ടാ. നാസ്ത കൊണ്ടുവന്നതാ. ഒരു ലൂസിൻ്റെ സാത്തറും ഒരു സന്ദൂപ്പും ഒരു ന്യൂസിൻ്റെ വള്ളും കേട്ടാ. ഞാനത് പറയാൻ വന്നതല്ല കേട്ടാ. ഞാൻ ആദ്യമായിട്ട് സൗദി അറേബ്യയിൽ വന്ന സമയത്ത് അന്ന് പണിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണി കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പഴയ കാലത്തുള്ളവർക്കെല്ലാം അറിയാൻ പറ്റും. പണിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറേ റൂമിലിരുന്ന ഒരു പണിയായി കേട്ടാ ഒരു സ്ഥലത്ത്. അങ്ങനെ പണിക്കൊക്കെ പോയി. ജിദ്ദയിൽ തന്നെയാണ് പണിക്കെല്ലാം പോയി. പണിക്ക് പോയിട്ട് അവിടുന്ന് ഇതേപോലെ ഒരു AC വർക്ക് ചെയ്യാം. അപ്പോൾ എന്നോട് പറഞ്ഞ AC വർക്ക് ചെയ്യുന്നില്ല, ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. അന്ന് എൻ്റെ കയ്യിൽ ടെസ്റ്റർ മാത്രമേ ഇല്ല കേട്ടോ. ഞാൻ ഈ ടെസ്റ്റർ വെച്ചിട്ട് വയറിൽ നോക്കുമ്പോൾ രണ്ടിലും കറണ്ട് വരിക. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂട്രൽ ഒരു ഫേസ് വേണമല്ലോ വയറിങ്ങിൽ വരുന്നത്. ന്യൂട്രൽ വേണമല്ലോ എന്ത് വർക്ക് ചെയ്യണമെങ്കിലും. ഞാനിവിടെ പറഞ്ഞ് ടെസ്റ്റർ വെച്ച് നോക്കുമ്പോൾ രണ്ടിൽ കറണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഇതിൻ്റെ ന്യൂട്രൽ കട്ടാണ്, ഇതിലേക്ക് ഒരു ലൈന് ന്യൂട്രൽ വരില്ല, രണ്ടിൽ കറണ്ടാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വേറെ ബദിലാണ്. അന്ന് ബദിൽ തന്നെ പണി കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അവൻ 6 മാസത്തെ ലീവിന് നാട്ടിൽ പോകണം. അപ്പോൾ എനിക്ക് ബദിൽ പണിയെടുക്കാൻ വേണ്ടിക്കില്ല. അപ്പോൾ ഓൻ എന്നോട് പറഞ്ഞു നാട്ടിലെ സിസ്റ്റം അല്ല കേട്ടാ. പക്ഷെ അന്ന് ഭാഷ ഭയങ്കര പ്രശ്നമാണ്. ഒന്നുകിൽ നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയണം, അല്ലെങ്കിൽ ഹിന്ദി അറിയണം, അല്ലെങ്കിൽ അറബി അറിയണം. ഈ 3 ഭാഷ അറിയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിക്കൊണ്ട് പോകാം. അവിടെ ഉണ്ടായതൊരു ബംഗാളി വന്നു. അപ്പോൾ ബംഗാളി എന്നോട് ഹിന്ദി പറഞ്ഞാൽ എനിക്കറിയില്ല, അറബി പറഞ്ഞു. ഞാൻ പുതിയ വന്ന പാടല്ലേ, എനിക്കറിയില്ല. അങ്ങനെ എന്താക്കി, ഓനോ ബയ്യ ഒരു ചങ്ങായിനെ വിളിച്ച് ഒരു മലയാളിനെ വിളിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതായത് 2 ഇവിടെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 220, 110 ഉണ്ട്. 110ലാണ് ന്യൂട്രൽ ഉപയോഗിക്കുക. ഒരു ഫേസ് ഒരു ന്യൂട്രലാണ് 110. പക്ഷേ 220ൽ രണ്ടിലും ഫേസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അന്ന് ഈ മൾട്ടിമീറ്റർ ഒന്നും നമ്മളെ കയ്യിലില്ല. വന്നപാട് ഒരു സ്ഥലത്ത് പണിക്ക് കയറുന്നല്ല. ഇന്ന് പിന്നെ പ്രശ്നമല്ല. ഇന്ന് പിന്നെ മൾട്ടിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ തന്നെ 110, 220 വോൾട്ടൊക്കെ എല്ലാം കാണിക്കും. ആംബിയർ വോൾട്ട് എല്ലാം കാണിക്കും. അപ്പം അങ്ങനെയായിരുന്നു അവസ്ഥ. അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് അവിടെ പണി കിട്ടിയട്ടാ. പിന്നീട് ഓന് ലീവിന് പോയി വരുന്നവർ ഓനിക്കും ആവശ്യമാണ് എന്നെ നിർത്തൽ. അങ്ങനെ അവിടെ കയറി ഇതായി. പക്ഷെ അവിടെ നിന്ന് പിന്നെ 6 മാസം വന്നതിന് ശേഷം പിന്നെ ഇറങ്ങി. അപ്പോൾ പഴയ കാലത്തിൽ ഒരിക്കലും അറിയാം. ഇപ്പോൾ അൽഹംദുലില്ലാ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഭാഷകളൊക്കെ പഠിച്ചു. അതുപോലെ തന്നെ പണികളാണെങ്കിൽ നമ്മളെ നാട്ടിൽ ഇവിടുത്തെ വ്യത്യസ്തങ്ങളുണ്ട്, അതൊക്കെ പഠിച്ചു. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. കഴിക്കും നിങ്ങൾ. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ. ഓക്കെ.